പിന്നെ വേറെ എന്തെങ്കിലും വേറെ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമുക്ക് എന്താ നമ്മുടെ പ്രോബ്ലം ഏരിയയിലേക്ക് കടക്കാണ്. ജോബ് അലോക്കേഷൻ അല്ലെങ്കിൽ അസൈൻമെന്റ് ടെക്നിക് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് അസൈൻമെന്റ് ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ചെയ്താലോ? അസൈൻമെന്റ് ടെക്നിക് എന്ത് പറയുന്നു? ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ കുറെ വർക്കേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ വർക്കേഴ്സിനെ നമുക്ക് മെഷീൻസിലേക്ക് അസൈൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡിഫറെന്റ് കൗണ്ടേഴ്സ് ഉണ്ടാവും, അവരെ ആ എംപ്ലോയീസിനെ നമുക്ക് ഡിഫറെന്റ് കൗണ്ടേഴ്സിലേക്ക് അസൈൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ ആകുമ്പോൾ ഡിഫറെന്റ് സെയിൽസ് ഏരിയകൾ ഉണ്ടാവും അല്ലെ, സോ അവരെ നമുക്ക് അങ്ങോട്ടേക്ക് അസൈൻ ചെയ്യേണ്ടി വരും. ഇതെല്ലാം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വളരെ ടെക്നിക്കലി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കലി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അതിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്, ഒരു സംഗതിയാണ് അസൈൻമെന്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, എന്നാൽ എവിടെങ്കിലും തെറ്റിപ്പോയാൽ ആദ്യം മുതലേ ചെയ്യേണ്ടി വരുന്ന ഒരു പ്രോബ്ലവുമാണ് അസൈൻമെന്റ് ടെക്നിക്ക്. വളരെ സിമ്പിളുമാണ്, എന്നാൽ തെറ്റിപ്പോയാൽ ഒന്നുകൂടി ആദ്യം മുതൽ ചെയ്യേണ്ടി വരുന്നതുമായിട്ടുള്ള ഒരു ഏരിയ ആണ് അസൈൻമെന്റ് ടെക്നിക്ക്. ഓക്കെ, ഒരു പ്രോബ്ലമാണ് അസൈൻമെന്റ് ടെക്നിക്ക്. നിങ്ങൾ ദയവ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്കെയിലും പെൻസിലും ഒക്കെ ഉപയോഗിച്ച് വൃത്തിയായിട്ട് തന്നെ വരച്ച് ചെയ്യുക. എക്സാമിന് പിന്നെ നിങ്ങൾ ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കണ്ട, നിങ്ങൾ അപ്പോഴത്തേക്ക് ഒരുമാതിരിയൊക്കെ ചെയ്യാറായിട്ടുണ്ടാവും, അത്യാവശ്യം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലായിട്ടുണ്ടാവും. പക്ഷേ പിന്നീട് നിങ്ങൾക്ക് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ടേബിൾ വരച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, പിന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കുറെ വരകൾ മാത്രമേ നിങ്ങൾക്ക് കാണുള്ളൂ, ബാക്കി അതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങളൊന്നും മനസ്സിലാവാൻ വഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇത്തരം കുറെ അസൈൻമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ക്ലർക്കിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ സെയിൽസ്മാന്റെ കാര്യം പറഞ്ഞു, അതുപോലെ വർക്കേഴ്സിന്റെ മെഷീനിലേക്ക് അസൈൻ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവരെ ചുമ്മാ അസൈൻ ചെയ്താൽ മതിയോ? മിനിമം കോസ്റ്റിൽ അസൈൻ ചെയ്യാനായിട്ട് പറ്റണം, മിനിമം കോസ്റ്റിൽ. സോ അത് ശ്രദ്ധിക്കണം അല്ലെ. സോ നമുക്ക് 4 മെത്തേഡ്സ് ആണുള്ളത് അസൈൻമെന്റ് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ. 4 മെത്തേഡ്സ് ആണുള്ളത്. അതിലെ ഹംഗേറിയൻ മെത്തേഡും ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കണ്ടോ, ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡും ഹംഗേറിയൻ മെത്തേഡുമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിലെ ഹംഗേറിയൻ മെത്തേഡാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഹംഗേറിയൻ മെത്തേഡ്. ഇതിന്റെ സ്റ്റെപ്സുകളൊന്നും ഞാൻ വിവരിക്കുന്നില്ല, നമുക്കൊരു പ്രോബ്ലം ചെയ്യുന്നതിലൂടെ ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാം. അതിന്റെ സ്റ്റെപ്സ് പ്രോബ്ലം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സ്റ്റെപ്സ് എഴുതാനായിട്ട് പറ്റും, ഉറപ്പാണ്. മനസ്സിലായോ? അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഇതിലെ ഫസ്റ്റ് പ്രോബ്ലം ഞാൻ നമ്മുടെ സാഗറിന്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾക്ക് കാണണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടാൽ മതിയാവും. ആ ഒരു പ്രോബ്ലം കൃത്യമായിട്ട് മനസ്സിലാവും. ആ രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. നമ്മളപ്പോ ഇന്ന് ആദ്യമായിട്ട് ചെയ്യുന്നത് ഞാൻ പറയാം, നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലെ ലാസ്റ്റ് പ്രോബ്ലം ആണ് തോന്നുന്നു. ജോബ് അലോക്കേഷനിൽ അല്ലെങ്കിൽ അസൈൻമെന്റ് ടെക്നിക്കില് ലാസ്റ്റ് പ്രോബ്ലം ഏതാണ്? ലാസ്റ്റ് പ്രോബ്ലം ഇല്ലസ്ട്രേഷൻ ഇല്ലസ്ട്രേഷൻ 5 ആണോ കുട്ടികളെ? ഇല്ലസ്ട്രേഷൻ 5 ആണെന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ, ഇല്ലസ്ട്രേഷൻ 5 വന്നെടുത്തേ. വളരെ ചെറിയൊരു പ്രോബ്ലം ആണ്, നമുക്ക് ചെയ്യാം, വലിയ പ്രശ്നമില്ലാത്തൊരു പ്രോബ്ലം ആണ്. അതിനുശേഷം നമുക്ക് ഇല്ലസ്ട്രേഷൻ 4 കൂടി ചെയ്യേണ്ടി വരും. ഇല്ലസ്ട്രേഷൻ 4 കൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് തന്നെ ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. എന്നെ കാണുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ ആണല്ലോ അല്ലെ? പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലെ? ഓക്കെ, ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. നിങ്ങളും വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കുക കേട്ടോ. Illustration 5 ഒന്ന് വായിച്ചു നോക്കി. 4 jobs can be processed on 4 different machines with 1 job on 1 machine. Resulting profit vary with assignments. They are given below. ഇവിടെ ഓരോ ജോബിനെ നമുക്ക് ഓരോ മെഷീനിലേക്ക് അസൈൻ ചെയ്യണം. അതാണ് നമ്മുടെ ഡ്യൂട്ടി. നമ്മളൊരു ഓപ്പറേഷൻ മാനേജറാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1 2 3 4 4 ജോബ് ഉണ്ട്, 4 മെഷീൻസും ഉണ്ട്. ABCD എന്ന് പറയുന്ന 4 മെഷീൻസും ഉണ്ട്. പിന്നെ പ്രോപ്പറായിട്ട് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ 1-ന് A അല്ലെങ്കിൽ 2-ന് B അല്ലെങ്കിൽ 2-ന് C എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കറക്റ്റ് ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം. ചുമ്മാ അങ്ങ് അസൈൻ ചെയ്താൽ പോരാ. ഞാൻ പറഞ്ഞു അല്ലെ, മിനിമം കോസ്റ്റിൽ അസൈൻ ചെയ്യാൻ പറ്റണം. വേണ്ടേ? പറ്റുമോ? പറ്റണം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി.
ഇത് മാക്സിമൈസേഷൻ പ്രോബ്ലമാണ്. മാക്സിമൈസേഷൻ പ്രോബ്ലമാണ്. കാരണം ഇവിടെ തന്നിരിക്കുന്നത് പ്രോഫിറ്റുകളാണ് അല്ലെങ്കിൽ ഏണിങ്സ് ആണ്. പ്രോഫിറ്റോ ഏണിങ്സോ അങ്ങനെ എന്തെങ്കിലുമാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, ബോക്സിനകത്ത് തന്നിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അത് മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. സോ ഒരിക്കലും നമുക്ക് അസൈൻമെന്റ് ടെക്നിക്ക് മാക്സിമൈസേഷൻ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അസൈൻമെന്റ് പ്രോബ്ലം മാക്സിമൈസേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ മാക്സിമൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ മാക്സിമൈസ്ഡ് മെട്രിക്സ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. എന്ത് മെട്രിക്സ് ഉണ്ടാക്കണം, നമ്മൾ അതിനെ മിനിമൈസേഷനിലേക്ക് കൊണ്ടുവരണം. അതിനെന്ത് ചെയ്യും? മാക്സിമൈസേഷനെ മിനിമൈസേഷനിലേക്ക് കൊണ്ടുവരണം. അതിനെന്ത് ചെയ്യും? എന്ത് ചെയ്യും നിങ്ങൾ പറ. ഈ ഒരു മെട്രിക്സ് ഇല്ലേ, ഈ ഒരു മെട്രിക്സ്, ഇതിലെ ഹയസ്റ്റ് വാല്യൂ ഏതാണോ അവനെ ഇങ്ങനെ എടുക്കുക. സോ ഇവിടുത്തെ ഹയസ്റ്റ് വാല്യൂ 42 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ അവനെ, ഈ ഒരു 42വിനെ നമ്മൾ ബാക്കി എല്ലാ സെൽസിലെയും വാല്യൂവിൽ നിന്ന് കുറയ്ക്കുക. 42 ബാക്കിയുള്ള സെൽസിലെ എല്ലാ വാല്യൂവിൽ നിന്നും കുറയ്ക്കുക. എങ്ങനെ വരും? മൈനസ് ഒന്നും വരത്തില്ല, ജസ്റ്റ് ഫിഗേഴ്സ് എഴുതുക. എത്ര വരും? നിങ്ങൾ പറഞ്ഞ ഒന്ന് നോക്കട്ടെ. അങ്ങനെ ഒരു മെട്രിക്സ്, അതിന് നമ്മൾ പറയുന്ന റിലേറ്റീവ് ലോസ് മെട്രിക്സ് എന്നാണ് കേട്ടോ. റിലേറ്റീവ് ലോസ് മെട്രിക്സ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ടേബിൾ വരച്ചിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കുറെ സമയം അങ്ങ് പോകും, അതുകൊണ്ടാണ് ഞാൻ വരച്ചിട്ട് കേട്ടോ. ഇലിസ്ട്രേഷൻ 5 ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ്? മിനിമൈസേഷനിലേക്ക് മാറ്റണം അല്ലെ. അതിനെന്ത് ചെയ്യണം? റിലേറ്റീവ് ലോസ് മെട്രിക്സ് തയ്യാറാക്കണം. റിലേറ്റീവ് ലോസ് മെട്രിക്സ്. എങ്ങനെയാ റിലേറ്റീവ് ലോസ് മെട്രിക്സ് തയ്യാറാക്കുക? എങ്ങനെയാണ് തയ്യാറാക്കുന്നത് പറഞ്ഞേ. അറിയാവുന്നവരൊക്കെ പറഞ്ഞേ, എങ്ങനെ ചെയ്യും? പറയുന്ന നല്ലൊരു രസമുള്ളൂ. പോരട്ടെ, ഞാൻ അപ്പോഴത്തേക്ക് ഒന്ന് വരച്ചു തീർക്കട്ടെ. പോരട്ടെ. ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണെന്ന് എടുക്കണം അല്ലെ. ആ ഒരു മെട്രിക്സിലെ ആ ഒരു ടേബിളിലെ, നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ആ ഒരു ടേബിളിലെ ഹയസ്റ്റ് വാല്യൂ ഏതാണ്? നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരമാണെങ്കിൽ 42 ആണ് അല്ലെ. സോ 42വിൽ നിന്ന് 42 തന്നെ കുറയ്ക്കുമ്പോൾ 0. 42വിൽ നിന്ന് 35 കുറയ്ക്കുമ്പോൾ എത്ര വരും? 7. മൈനസ് ഒന്നും വരത്തില്ല, അത് ഓർത്തോണം. ദെൻ 42വിൽ നിന്ന് 28, 18. സോറി 14. ദെൻ 42വിൽ നിന്ന് 21 കുറയ്ക്കുമ്പോൾ 21. അതുപോലെ 42വിൽ നിന്ന് 30 കുറയ്ക്കുമ്പോൾ 12, 17, 22, 27. അതുപോലെ 12, 17, 22, 27. നിങ്ങളിത് ചെയ്ത് തന്നെ വരണം കേട്ടോ. 22, 26, 30. ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടിയോ? എല്ലാവർക്കും പറഞ്ഞേ. ഇങ്ങനെ മെട്രിക്സ് കിട്ടിയോ എല്ലാവർക്കും? പറ. ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടിയല്ലോ. സംശയമൊന്നും ഇല്ലല്ലോ. സംശയമുള്ളവരുണ്ടോ? മിനിമൈസേഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. മാക്സിമൈസേഷൻ ആയിരുന്നു, മിനിമൈസേഷനിലേക്ക് ആക്കി. ഇനി നമുക്ക് സുഖമായിട്ട് ഏത് മെത്തേഡിൽ ചെയ്യാം? ഹംഗേറിയൻ മെത്തേഡിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതാണ്. നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, റിലേറ്റീവ് ലോസ് മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് റോ ഓപ്പറേഷൻ ആണ്. എന്താണ് റോ ഓപ്പറേഷൻ? എങ്ങനെയാണ് റോ ഓപ്പറേഷൻ ചെയ്യേണ്ടത്? ഈ റോ അങ്ങോട്ട് എടുക്കുക. ഈ റോ, ഫസ്റ്റ് റോയിലെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്ന് നോക്കുക. ഫസ്റ്റ് റോയിലെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്? 0 ആണ് അല്ലെ. സോ 0യെ മറ്റുള്ള റോയിലെ സെല്ലിലെ വാല്യൂസിൽ നിന്നെല്ലാം മൈനസ് ചെയ്യുക. റോയിലെ ഏറ്റവും ചെറുതിനെ സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്തതിനെ ബാക്കിയുള്ള റോയിലെ എല്ലാ സെൽസിൽ നിന്നും മൈനസ് ചെയ്യുക. ഈ ഒരു ഫിഗറിനെ ബാക്കി എല്ലാ ഫിഗറിൽ നിന്നും, റോയിലെ എല്ലാ ഫിഗറിൽ നിന്നും മൈനസ് ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? 0 ആയതുകൊണ്ട് സെയിം തന്നെ വരും അല്ലെ.
സീറോയിൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ 7 തന്നെയാണ്. സീറോയിൽ നിന്ന് 14 പോയി കഴിഞ്ഞാൽ 14 തന്നെയാണ്. സീറോയിൽ നിന്ന് 21 പോയി കഴിഞ്ഞാൽ 21 തന്നെയാണ്. അതാ ഇങ്ങോട്ട് വരുമ്പോഴോ, സെക്കൻഡ് റോയിലേക്ക് വരുമ്പോഴോ ഏതാണ് ഏറ്റവും ചെറുത്? 12 അല്ലേ? 12നെ ബാക്കിയുള്ള എല്ലാ സെൽസിലെയും, അതായത് ബാക്കിയുള്ള റോയിലെ എല്ലാ സെൽസിലെയും വാല്യൂ നിന്ന് കുറച്ച് എത്ര വരും പറഞ്ഞു? ഇവിടെ 0, 5 അല്ലെ, 10, then 15. ശരിയല്ല ചെയ്തേ? തേർഡോ? തേർഡ് പറഞ്ഞു. തേർഡ് റോയിലെ ചെറുത് ഏതാ? 12 തന്നെയാണ്. 12 തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. ചെയ്തോ? 0, 5, 10, 15 സെയിം ആണ്, സെയിം റോസ് ആണല്ലേ ഇത് രണ്ടും. ലാസ്റ്റ് റോ പറഞ്ഞ ലാസ്റ്റ് റോ 18, 22, 26, 30. ഇതിൽ ഏതാ ചെറുത്? ഏതാ റോ ഓപ്പറേഷനിൽ ഏതാ ചെറുത്? 18 ആണ്. 18ൽ നിന്ന് ബാക്കി എല്ലാ റോയിലെ സെൽസിലെയും വാല്യൂ കുറച്ച് 0, 4, 8, 12. ഇതാ ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടിയോ എല്ലാവർക്കും? ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടിയെന്ന് കരുതുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു ടേബിൾ വരയ്ക്കേണ്ടി വരും. അതിന് പറയുന്ന പേര് കോളം ഓപ്പറേഷൻ ചെയ്യാനെന്നാണ്. കോളം ഓപ്പറേഷൻ ചെയ്യാനാണ് നമുക്ക് അടുത്ത കോളം വേണ്ടത്. ഞാൻ പറഞ്ഞുതരാം. കാണുന്നുണ്ടല്ലോ അല്ലെ? കോളം ഓപ്പറേഷൻ. റോ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ കോളം ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. കോളം ഓപ്പറേഷൻ ചെയ്യാം. എങ്ങനെ കോളം ഓപ്പറേഷൻ ചെയ്യുക? ദാ നിങ്ങൾ റോ ഓപ്പറേഷൻ ചെയ്തിട്ടില്ലേ? റോ ഓപ്പറേഷൻ അതിലെ കോളം വൈസ് നോക്കുക. റോ ഓപ്പറേഷൻ ചെയ്തതിലെ കോളം വൈസ് നോക്കണം, അല്ലാതെ റിലേറ്റീവ് ലോസ് മെട്രിക്സിലെ അല്ല കേട്ടോ. റോ ഓപ്പറേഷനിലെ കോളം എ എന്ന് പറയുന്ന കോളം നോക്കി, ഇതിൽ ഏതാ ഏറ്റവും ലീസ്റ്റ്? 0 അല്ലേ? സോ എല്ലായിടവും 0 തന്നെ വരും അല്ലെ? ഓക്കെ. ബി എന്ന് പറയുന്ന കോളം നോക്കിയേ. ബി എന്ന് പറയുന്ന കോളത്തിൽ ഏറ്റവും ലീസ്റ്റ് ഏതാ? 5 ആണല്ലേ? ആണോ? ഞാൻ പറഞ്ഞത് ശരിയാണോ? പ്രശ്നമുണ്ടോ? സോറി, 5 അല്ല, 4 ആണല്ലേ? സോറി, ക്ഷമിക്കൂ. 4 ആണ്. സോ 4ൽ നിന്ന് ബാക്കി എല്ലാ വാല്യൂസും കുറച്ച് ഇവിടെ 6 വരും, ഇവിടെ 4, അതുപോലെ 0. ശരിയല്ലേ? ഓ തെറ്റിപ്പോയി, ഒരു മിനിറ്റ്. ഓ, സാറിന് കുറയ്ക്കാനും അറിയത്തില്ലല്ലോ സാറേ എന്നായിരിക്കും പറയുന്നത് എല്ലാരും അല്ലെ? 4ൽ നിന്ന് 7 കുറയ്ക്കണം. 3 വരും. 3, അതുപോലെ 4 പോകുമ്പോ 1, 0. അപ്പൊ ശരിയായി. ക്ഷമിക്കൂ കേട്ടോ, അത്രയും ചെയ്യല്ല അതിന്റെ. സി എന്ന് പറയുന്ന കോളം നോക്കിയേ. സി എന്ന് പറയുന്ന കോളത്തിൽ ഏതാ ലീസ്റ്റ്? 8 ആണ് അല്ലെ? സോ 14ൽ നിന്ന് 8 കുറയ്ക്കണം. എത്ര വരും? 6. 10ൽ നിന്ന് 8 കുറയ്ക്കണം. എത്ര വരും? 2, 0. ശരിയല്ലേ? എന്നാ ലാസ്റ്റ് കോളം നോക്കിയേ. ലാസ്റ്റ് കോളം ഡി, ഏറ്റവും ലീസ്റ്റ് ഏതാണ്? 12 ആണ്. സോ നമുക്കൊന്ന് കുറച്ച് നോക്കാം. 12ൽ നിന്ന് എല്ലാം ഒന്ന് കുറച്ച് നോക്കാം. എങ്ങനെ വരും? 9, 3, 3, 0 അല്ലെ? കോളം ഓപ്പറേഷൻ കഴിഞ്ഞു. കറക്റ്റ് ആയിട്ട് കിട്ടി എല്ലാവർക്കും? ഈ കോളം ഓപ്പറേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും നടത്തേണ്ടത്. കോളം ഓപ്പറേഷൻ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിലാണ് എന്ത് നടത്തേണ്ടത്? റോ സ്കാനിങ് ആൻഡ് കോളം സ്കാനിങ് നടത്തേണ്ടത്. മറന്നു പോരുതേ. അപ്പൊ എങ്ങനെയാണ് കോളം സ്കാനിങ് എന്നുള്ളത് നോക്കാം. ആദ്യം റോ സ്കാനിങ് ആണ്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് റോ സ്കാനിങ് ആണ്. റോ സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോ എടുക്കുമ്പോൾ ഇവിടെ ഒരു 0, നമുക്ക് ഇവിടെ അസൈൻ ചെയ്യാം. ഇങ്ങനെ ചതുരത്തിലിട്ട് അസൈൻ ചെയ്യുക. റോ വൈസ് അസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ കോളം വൈസ് വെട്ടണം.
റോ വൈസ് അസൈൻ ചെയ്യുമ്പോൾ കോളം വൈസ് നിങ്ങൾ വെട്ടേണ്ടി വരും. മനസ്സിലായോ? സോ അപ്പൊ അത് കഴിഞ്ഞു. അടുത്ത റോ നോക്കിക്കേ. അടുത്ത റോ നോക്കുമ്പോൾ അവിടെ സീറോ ഇല്ല. ഒരു സീറോ ഉള്ളിടത്ത് മാത്രമേ നമുക്ക് അസൈൻമെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ, അസൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ജോബിന്, കേട്ടോ. അപ്പൊ സെക്കൻഡ് റോയില് സീറോസ് ഇല്ല, തേർഡ് റോയില് സീറോസ് ഇല്ല, ഫോർത്ത് റോയില് 3 സീറോസ് ഉണ്ട്, പറ്റത്തില്ല. ഒരു സീറോ വരുമ്പോഴേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റോ സ്കാനിങ് കഴിഞ്ഞു. സെക്കൻഡ് കോളം സ്കാനിങ് ആണ് ചെയ്യേണ്ടത്. ഒരു റോ സ്കാനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അടുത്തത് കോളം സ്കാനിങ് ആണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ വീണ്ടും റോ സ്കാനിങ്ങിലേക്ക് വരിക. എത്ര വേണമെങ്കിലും ചെയ്യാം, കേട്ടോ. നമുക്ക് ഒപ്റ്റിമം സൊല്യൂഷൻ കിട്ടുന്നത് വരെ റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും ചെയ്യാനായിട്ട് പറ്റും. ഒന്നും വെട്ടാൻ പറ്റാത്ത സാഹചര്യം വരെ എന്ത് ചെയ്യാം, റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും ചെയ്യാം. ഓക്കെ, അപ്പൊ റോ സ്കാനിങ് കഴിഞ്ഞു. അടുത്ത കോളം സ്കാനിങ്ങിലേക്ക് വരിക. ഫസ്റ്റ് കോളം വെട്ടിപ്പോയതാണ്, ബി എ എന്ന് പറയുന്ന കോളം വെട്ടിപ്പോയതാണ്. ബിയിലേക്ക് വരുമ്പോൾ ഒരു സീറോ ഉണ്ട് അല്ലെ. ബിയില് നോക്കി ഒരു സീറോ. ബി കോളം ഓപ്പറേഷനിൽ നോക്കുമ്പോൾ, കോളം സ്കാനിങ്ങിൽ നോക്കുമ്പോൾ ഒരു സീറോ. കോളം വൈസ് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ വെട്ടണം, റോ വൈസ് വെട്ടണം. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്ത കോളം നോക്കി സീറോ ഉണ്ടോ ഇവിടെ? അടുത്ത കോളത്തിൽ സീറോ ഉണ്ടോ? ഇല്ല. ഡി എന്ന് പറയുന്ന കോളത്തിൽ സീറോ ഉണ്ടോ? ഇല്ല. അപ്പൊ ഫസ്റ്റ് സെഷൻ റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും കഴിഞ്ഞു. ഇനി സെക്കൻഡ് സെഷൻ റോ സ്കാനിങ്ങിലേക്ക് വരിക. റോ നോക്കിക്കേ, സീറോ ഇല്ല. സെക്കൻഡ് റോ നോക്കിക്കേ, സീറോ ഉണ്ടോ? ഇല്ല. തേർഡ് റോ നോക്കിക്കേ, സീറോ ഉണ്ടോ? ഇല്ല. ഫോർത്ത് റോ ഓൾറെഡി വെട്ടിപ്പോയതാണ്. സെക്കൻഡ് റോ സ്കാനിങ് കഴിഞ്ഞു. സെക്കൻഡ് കോളം സ്കാനിങ്ങിലേക്ക് പോവാം. നോക്കിക്കേ, ഫസ്റ്റ് എ എന്ന് പറയുന്ന കോളം വെട്ടിപ്പോയാണ്. ബി സീറോ ഇല്ല, സി സീറോ ഇല്ല, ഡിയും സീറോ ഇല്ല. സോ ഇത്രേ പറ്റുള്ളൂ. എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് 2 നോട്ട് ഈക്വൽ ടു 4 എന്ന് പറയണം. അതായത് നമുക്ക് 4 റോയും 4 കോളം ഉണ്ട് അല്ലെ. എ ബി സി ഡി 4, 1 2 3 4 4, ഇവിടെ 4, ഇവിടെ 4. സോ അതാണ് ഈ 4. ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഈക്വൽ ടു 4 വരണം. അതായത് നമ്മൾ ഈ ഒരു വര വരച്ചു അല്ലെ, അതാണ്ട് ഇവിടെ ഒരു വര വരച്ചു, അതുപോലെ ഇവിടെ ഒരു വര വരച്ചു. അങ്ങനെ 2 വരെ നമുക്ക് വന്നിട്ടുള്ളൂ, 2 ലൈൻസേ നമുക്ക് വരയ്ക്കാൻ പറ്റിയിട്ടുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ 2 നോട്ട് ഈക്വൽ ടു 4 എന്ന് പറയുന്നത്. നമുക്ക് 4 വരെ വരയ്ക്കാൻ പറ്റണം, എന്നാലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, 4 ഈക്വൽ ടു 4 എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ ഇതെന്തല്ല, സോ ദ സൊല്യൂഷൻ ഈസ് നോട്ട് ഒപ്റ്റിമൽ. കാര്യം മനസ്സിലായോ? ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടിയില്ല. ഈ സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യും? പറ, എന്തോ ചെയ്യും? പറയുന്നേ പോരട്ടെ, എന്തോ ചെയ്യും? ഇംപ്രൂവ്ഡ് മെട്രിക്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കും. ഇംപ്രൂവ്ഡ് മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരുന്നാ മതി, കേട്ടോ. എന്ന് വരച്ചോട്ടെ. ഇംപ്രൂവ്ഡ് മെട്രിക്സ് 1 എന്ന് കൊടുത്തു. ഇംപ്രൂവ്ഡ് മെട്രിക്സ് 1 സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ലെന്ന് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് നമ്മൾ ഇംപ്രൂവ്ഡ് മെട്രിക്സ് ചെയ്യാൻ പോകണം. എങ്ങനെ ഇംപ്രൂവ്ഡ് മെട്രിക്സ് ഡെവലപ്പ് ചെയ്യാം? ഒരു വെട്ട് പോലും പറ്റാത്ത സെല്ലിലെ ഏറ്റവും ലീസ്റ്റ് ഏതാണ്? ഒരു വെട്ട് പോലും പറ്റാത്ത ഈ ഒരു മെട്രിക്സിലെ ഏറ്റവും ലീസ്റ്റ് സെൽ ഏതാണ്? ഇത്രയും ഭാഗത്താണ് വെട്ടൊന്നും വീഴാത്തത്. സോ ഇത്രയും ഭാഗത്തെ ലീസ്റ്റ് വാല്യൂ ഏതാണ്? 1 ആണല്ലേ? ആണോ? 1 ആണ്. സോ 1 ഇതിൽ നിന്നെല്ലാം കുറയ്ക്കണം. 1 കുറയ്ക്കണം. ഈ ഫിഗേഴ്സ് എല്ലാം അതേപടി എഴുതാം. പക്ഷെ ഇവിടെ 1 ആഡ് ചെയ്യണം. മനസ്സിലായോ? ഇവിടെ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അതായത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റില് 1 ആഡ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാ പോയിന്റ്? ഇതല്ലേ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. സോ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ 1 ആഡ് ചെയ്യണം.
സോ അത്തരത്തിൽ നമ്മൾ ഒരു ഇംപ്രൂവ്ഡ് മെട്രിക്സ് തയ്യാറാക്കുക. അപ്പൊ എങ്ങനെ വരും മെട്രിക്സ്? ഇവിടെ 0 ഒറ്റ ലൈൻ വീണിരിക്കുന്നത് അതുപോലെ തന്നെ എഴുതിയാൽ മതി കേട്ടോ, വേറെ ഒന്നും ചെയ്യണ്ട. കുറയ്ക്കാനോ പോകണ്ട, കൂട്ടാനോ പോകണ്ട. അതായത് ഇവിടെ വരെ ഒന്നും ചെയ്യണ്ട, അതേപോലെ തന്നെ. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്, ഇവിടെ ഒന്ന് ആഡ് ചെയ്യണം. 0 + 1 1, ശരിയല്ലേ? ഇവിടെ 3 ആണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് കുറയ്ക്കുക വേണ്ടേ. ഇവിടെ എന്താ ചെയ്യേണ്ടത്? 6ൽ നിന്ന് ഒന്ന് കുറയ്ക്കുകയാണ് വേണ്ടത്. സോ 5 ആവും. ഇവിടെ എന്താ വേണ്ടത്? 9ൽ നിന്ന് ഒന്ന് കുറയ്ക്കുക വേണ്ടത്. അതുപോലെ ഇവിടെ 0 വരും. 1ൽ നിന്ന് പോയാൽ 0, 2ൽ നിന്ന് പോയാൽ 1, 3ൽ നിന്ന് പോയാൽ 2, ശരിയല്ലേ? ഇവിടെ സെയിം. പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ വരുമ്പോ ഒറ്റ ലൈനാണ്. സോ അതേപടി തന്നെ എഴുതുക. കൂട്ടാനോ പോകണ്ട, കുറയ്ക്കാനോ പോകണ്ട. ഓക്കെ, മെട്രിക്സ് ആയല്ലോ. സംശയമുണ്ടോ? മെട്രിക്സ് ആയല്ലോ. സോ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും നടത്തണം. ഇംപ്രൂവ്ഡ് മെട്രിക്സ് ഇവിടുന്ന് പിന്നെ നിങ്ങൾ റോ സ്കാനിങ്ങും റോ ഓപ്പറേഷനും കോളം ഓപ്പറേഷനും ഒന്നും ചെയ്യാൻ പോകണ്ട. ഇംപ്രൂവ്ഡ് മെട്രിക്സ് തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടനെ ഡയറക്റ്റ് റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും ആണ് കേട്ടോ. റോ നോക്കാം നമുക്ക്. ഒരു സീറോ റോ നോക്കിയപ്പോ തന്നെ ഒരു 0 കണ്ടു. റോ വൈസ് വെട്ടി, റോ വൈസ് അസൈൻ ചെയ്തു. സോ നമ്മൾ എങ്ങനെ വെട്ടണം? കോളം വൈസ് വെട്ടണം. റോ വൈസ് അസൈൻമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ വെട്ടണം? അത് കോളം വൈസ് വെട്ടണം. എവിടാണോ അസൈൻമെന്റ് വരുന്നത് ആ ഒരു കോളം വെട്ടണം കേട്ടോ. സെക്കൻഡ് റോ നോക്കിയേ, 0 ഉണ്ടോ? ഉണ്ട്. സെക്കൻഡ് റോയിൽ ഒരു 0. സെക്കൻഡ് റോയിൽ ഒരു 0 ഓൾറെഡി വെട്ടിപ്പോയി, അപ്പൊ അതിനും കണക്കാക്കാൻ പറ്റത്തില്ല. സെക്കൻഡ് റോ നോക്കിയപ്പോ വീണ്ടും ഒരു 0 അടക്കുന്നു. സോ നമ്മൾ ഇവിടെ അസൈൻ ചെയ്തു, കോളം വൈസ് വെട്ടി. തേർഡ് റോ നോക്കിയേ, തേർഡ് റോ 0 ഉണ്ടോ? ഇല്ല. ഫോർത്ത് റോയിൽ 2 0 ഉണ്ട്, പറ്റത്തില്ല. 2 0 ഉണ്ട്, പറ്റത്തില്ല. അപ്പൊ ഫസ്റ്റ് റോ സ്കാനിങ് കഴിഞ്ഞു, ഫസ്റ്റ് സെറ്റ് റോ സ്കാനിങ് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് സെറ്റ് കോളം സ്കാനിങ്ങിലേക്ക് പോവാം. 2 കോളം വെട്ടിപ്പോയതാണ്. തേർഡ് കോളത്തിൽ 0 ഉണ്ടോ? ഉണ്ട്. അപ്പൊ എങ്ങനെ വെട്ടാം? ഇങ്ങനെ വെട്ടരുതോ? വെട്ടാം. ദെൻ ഫോർത്ത് കോളത്തിൽ ഉണ്ടോ? ഫോർത്ത് കോളത്തിൽ നോക്കി, ഫോർത്ത് കോളത്തിലുണ്ടോ 0? ഇല്ല. അപ്പൊ ഫസ്റ്റ് സെറ്റ് റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും കഴിഞ്ഞു. സെക്കൻഡ് സെറ്റ് റോ സ്കാനിങ് നടത്തിക്കേ. 0 ഉണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ ഇല്ല, വെട്ടിപ്പോയതാ. സെക്കൻഡ് സെറ്റ് കോളം സ്കാനിങ് നടത്തിക്കേ. ഇത് രണ്ടും വെട്ടിപ്പോയ കോളങ്ങളാണ്. ഇവിടോ 0 ഇല്ല, ഇവിടെ 0 ഇല്ല. അപ്പൊ ഇനിയും പോസിബിൾ അല്ല. ഇപ്പോഴും എന്താ പ്രശ്നം? ഡാഷ് ഈക്വൽ ടു 4 ആണോ? അല്ലെങ്കിൽ ഡാഷ് ഈക്വൽ ടു 4 ആണോ? നിങ്ങൾ നോക്കിയിട്ട് പറ. അല്ല, 3 ഉള്ളൂ. 3 വരകൾ 3 വെട്ടുകളെ നമ്മൾ ഇട്ടിട്ടുള്ളൂ അല്ലെ? വെട്ടുകളെന്ന് ഓർത്താൽ മതി. സോ 3 നോട്ട് ഈക്വൽ ടു 4. എന്ത് ചെയ്യും? പ്രശ്നമോ? 3 നോട്ട് ഈക്വൽ ടു 4. ഒരു ആദ്യം 2 നോട്ട് ഈക്വൽ ടു 4 ആയിരുന്നു അല്ലെ? കോളം ഓപ്പറേഷനിൽ നമ്മൾ റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും നടത്തിയപ്പോ 2 നോട്ട് ഈക്വൽ ടു 4 ആയിരുന്നു. എന്നാൽ ഒരു ഇംപ്രൂവ്ഡ് മെട്രിക്സ് ഉണ്ടാക്കിയപ്പോ, ഇംപ്രൂവ്ഡ് മെട്രിക്സ് 1 ഉണ്ടാക്കിയപ്പോ 2ൽ നിന്നത് ഒരു പിടിയൂടെ കൂടി അല്ലെ? 3 നോട്ട് ഈക്വൽ ടുയിലേക്ക് മാറി. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും, ഒരു ഇംപ്രൂവ്ഡ് മെട്രിക്സും കൂടെ ഉണ്ടാക്കിയ ചിലപ്പോൾ നമുക്ക് 4 ഈക്വൽ ടു 4 വന്നേക്കാം എന്നുള്ള ഒരു അസംഷൻ നമുക്ക് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഇംപ്രൂവ്ഡ് മെട്രിക്സ് രണ്ടാമത്തെ ഉണ്ടാക്കും. ഒന്ന് ഉണ്ടാക്കിക്കേ നോക്കട്ടെ, നിങ്ങൾക്ക് അറിയാമോ? ഒന്ന് ഉണ്ടാക്കിക്കേ നോക്കട്ടെ, നിങ്ങൾക്ക് അറിയാമോ നോക്കട്ടെ. വേഗം ഉണ്ടാക്കി. ഈ മെട്രിക്സ് ഉപയോഗിച്ച് വേണം, ഇംപ്രൂവ്ഡ് മെട്രിക്സ് 1 ഉപയോഗിച്ചിട്ട് വേണം ഇംപ്രൂവ്ഡ് മെട്രിക്സ് 2 ഉണ്ടാക്കാൻ കേട്ടോ. അല്ലാതെ വേറെ ഡയഗ്രാം ഒന്നും നിങ്ങൾ എടുക്കരുത്. ഈ ഒരു ഇംപ്രൂവ്ഡ് മെട്രിക്സ് ഉപയോഗിച്ച് വേണം, വേറെ മെട്രിക്സിലേക്ക് പോവുകയേ ചെയ്യരുത്. ഫസ്റ്റ് ഇംപ്രൂവ്ഡ് മെട്രിക്സ് ഉപയോഗിച്ച് വേണം ഇംപ്രൂവ്ഡ് മെട്രിക്സ് 2 ഉണ്ടാക്കാൻ. ഉണ്ടാക്കി നോക്കട്ടെ, നിങ്ങൾക്ക് അറിയാമോ നോക്കട്ടെ. എങ്ങനെയായിരുന്നു ഇംപ്രൂവ്ഡ് മെട്രിക്സ് ഉണ്ടാക്കുക? ആ പറഞ്ഞേ, എങ്ങനെയായിരുന്നു?
ഉറക്കെ പറ. ആ പോരട്ടെ. ദാ വെട്ടൊന്നും വീഴാത്ത ദാ ഇത്രേ ഏരിയ ഉണ്ട് അല്ലെ. സോ അതിൽ ഏറ്റവും ലീസ്റ്റ് ഏതാണ്? 1 ആണ്. 1 ആണ്. സോ ഈ 1നെ ബാക്കി എല്ലാ സെൽസിലെയും വാല്യൂവിൽ നിന്ന് കുറയ്ക്കുക. ഇന്റർസെക്ട് ചെയ്യുന്നതാ ഈ പോയിന്റുകളിൽ എന്ത് ചെയ്യുക? ഒന്ന് ആഡ് ചെയ്യുക. ഒറ്റ ലൈൻ കിടക്കുന്നതാ ഈ ഏരിയകളിൽ അത് അതേപടി എഴുതുക, കോപ്പി ചെയ്യുക. ഇവിടെ അതേപടി കോപ്പി ചെയ്യുക. ഇവിടെ അതേപടി കോപ്പി ചെയ്യുക. 0 0. അപ്പൊ നോക്കാം, നമുക്കൊന്ന് മെട്രിക്സ് ഉണ്ടാക്കി നോക്കാം എങ്ങനെ വരുമെന്ന്. 0 2 0 0 0. ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് അല്ലെ, ഇതാ ഇവിടെ. സോ എന്ത് ചെയ്യണം? 1ന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യണം. അപ്പൊ 2 ആയി. ഇവിടെ 1 അല്ലായിരുന്നു, അതിന്റെ കൂടെ പ്ലസ് 1 കൂടെ ആകുമ്പോ എത്രയായി? 2 ആയി. ദെൻ 2 0 0. ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് 0 ആണ്. ഇവിടെ 0 + 1 1. ഇവിടെ 5 വെട്ടൊന്നും വീഴാതെ കിടക്കുകയാണ്. സോ 1 മൈനസ് ചെയ്യണം. 4 വരും. ഇവിടെ 7 വരും. സോറി, ഇവിടെ 0 വരും. ഇവിടെ 0 വരും. ഇവിടെ 1 കുറയ്ക്കണം. ഇവിടെ 1 കുറയ്ക്കണം. ഇവിടെ 0 അതേപടി ഒറ്റ വെട്ട് കിടക്കുന്ന അതേപടി എഴുതും. എന്നിട്ടൊന്ന് റോ സ്കാനിങ്ങും. ഇങ്ങനെ കിട്ടിയോ നിങ്ങക്ക്? ഇങ്ങനെ കിട്ടിയോ? പറഞ്ഞേ. ഇങ്ങനെ കിട്ടിയോ? പറ. കിട്ടിക്കാണും. കിട്ടാതെ എവിടെ പോവാനാ പിന്നെ. റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും ചെയ്യാം. എന്താ, റെഡിയാണോ? റെഡിയല്ലേ? റോ സ്കാനിങ് ഫസ്റ്റ് റോയില് ഓക്കെ ഒരു അസൈൻമെന്റ് കൊടുക്കാം. ആ അസൈൻമെന്റ് വരുന്ന കോളം വെട്ടിക്കളയുക. സെക്കൻഡ് റോ നോക്കിക്കേ, 0 ഉണ്ടോ? 2 0 ഉണ്ട്, പറ്റത്തില്ല. തേർഡ് കോളം നോക്കിയേ, 2 0 ഉണ്ട്, പറ്റത്തില്ല. ഫോർത്ത് റോ നോക്കിയേ, 2 0 ഉണ്ട്, പറ്റത്തില്ല. ഫസ്റ്റ് റോ സ്കാനിങ് കഴിഞ്ഞു. ഇനി കോളം സ്കാനിങ്ങിലേക്ക് പോവാ. ഫസ്റ്റ് കോളം വെട്ടിപ്പോയതാണ്. സെക്കൻഡ് കോളം ബിയിലേക്ക് വന്നേ. ബിയിലേക്ക് വരുമ്പോൾ 2 0 ഉണ്ട്, പറ്റത്തില്ല. സിയിലേക്ക് വരുമ്പോൾ 3 0 ഉണ്ട്, പറ്റത്തില്ല. ഡിയിലേക്ക് വരുമ്പോൾ 1 0. ഡിയിലേക്ക് കോളം വൈസ് വരുമ്പോൾ 1 0. കോളം വൈസ് അസൈൻ ചെയ്യുമ്പോൾ എങ്ങനെ വെട്ടണം? റോ വൈസ് വെട്ടണം. എവിടെയാണോ അസൈൻ വരുന്നത് ആ റോ കറസ്പോണ്ടിങ് റോ വെട്ടിക്കളയണം. അപ്പൊ ഫസ്റ്റ് റോ സ്കാനിങ്ങും ഫസ്റ്റ് കോളം സ്കാനിങ്ങും കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോ സ്കാനിങ്ങും സെക്കൻഡ് കോളം സ്കാനിങ്ങും ചെയ്യാം. ഫസ്റ്റ് റോ ചെയ്യും. 0 ഉണ്ടോ? ഇല്ല. 0 ഉണ്ടോ? ഉണ്ടെണ്ണ, പക്ഷെ 2 ഉണ്ടെണ്ണ അല്ലേ. തേർഡ് നോക്കുമ്പോഴോ ഇവിടെ എന്താണെണ്ണ? 2 കിടക്കുന്നെണ്ണ, പറ്റത്തില്ലെണ്ണ. ഫോർത്ത് വെട്ടിപ്പോയതാണ്. കോളത്തിലേക്ക് വരിക, കോളം സ്കാനിങ്ങിലേക്ക് വരിക. ഫസ്റ്റ് കോളം വെട്ടിയാണ്. സെക്കൻഡ് കോളത്തിൽ 2 0 കിടക്കുന്നു. തേർഡ് കോളത്തിൽ 2 0 കിടക്കുന്നു. ഡിയിലില്ല. സോ വീണ്ടും നമ്മൾ എന്തിലേക്ക് വന്നു? 2 ≠ 7ലേക്ക് വന്നു. സോറി, 2 ≠ 4ലേക്ക് വന്നു. ആണ്ട് കിടക്കുന്നു. 3 ≠ 4 വന്നപ്പോ നമ്മൾ വിചാരിച്ചു, എന്താ വിചാരിച്ചേ? അടുത്ത ഇംപ്രൂവ്ഡ് മെട്രിക്സ് ഉണ്ടാക്കുമ്പോ അതങ്ങ് സോൾവ് ആകും. 4 = 4 വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ വിചാരം തെറ്റിപ്പോയി. അപ്പൊ നമ്മള് എന്താണ്, ഇത് തുടച്ചിട്ട് ഇവിടം വെച്ച് നിർത്തുകയല്ല ചെയ്യേണ്ടത്. 3 ≠ 4 എന്ന് പറഞ്ഞ് നിർത്തുകയല്ല ചെയ്യേണ്ടത്. ഈ 2 ≠ 4ൽ നിന്ന് നമ്മൾ ഡയഗണൽ സെലക്ഷൻ നടത്തും. ഇനി ഒരു പോസിബിൾ അല്ല, ഇനി ഒരു ഇംപ്രൂവ്ഡ് മെട്രിക്സും പോസിബിൾ അല്ല. ഇനി ഇംപ്രൂവ്ഡ് മെട്രിക്സ് ഉണ്ടാക്കിയാലും ചിലപ്പം 1 ≠ 4 ഒക്കെ ആയിരിക്കും വരുന്നത്. സോ ഇനി അത് പോസിബിൾ അല്ല. സോ നമുക്ക് ഇങ്ങനെ ഡയഗണൽ സെലക്ഷൻ നടത്താം. എങ്ങനെ നടത്താം? ഡയഗണൽ സെലക്ഷൻ എന്താണ്? നമുക്കിപ്പോ ഓൾറെഡി ഉള്ളതൊന്ന് അസൈൻ ചെയ്ത് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് ജോബ് അസൈൻ ചെയ്തിരിക്കുന്നത് ആർക്കാണ്? എയ്ക്കാണ് അല്ലെ. സോ ഇവിടെ അല്ലേ അസൈൻമെന്റ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതാം. ഫസ്റ്റ് ജോബ് എയ്ക്കാണ്. ഓക്കെ. സെക്കൻഡ് ജോബിന് അസൈൻമെന്റ് ഇല്ല അല്ലെ. സെക്കൻഡ് ജോബിന് നമുക്ക് എവിടൊക്കെ അസൈൻമെന്റ് കൊടുക്കാൻ പറ്റും? ബിക്കും കൊടുക്കാം. അതായത് സീറോസ് വരുന്നതാണ് അസൈൻമെന്റ് കൊടുക്കാൻ പറ്റുന്നത്. ബിക്കും കൊടുക്കാൻ പറ്റും, സിക്കും കൊടുക്കാൻ പറ്റും. പറ്റത്തില്ലേ? പറ്റുമല്ലോ. തേർഡ് ജോബ് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? അതുപോലെ തന്നെ ബിക്കും കൊടുക്കാൻ പറ്റും, സിക്കും പറ്റും. ഫോർത്തിന് ഓൾറെഡി അസൈൻഡ് ആണ് അല്ലെ. ഫോർത്തിന് ഏത് ജോബാ അസൈൻ ആയി കിടക്കുന്നത്? ഡി എന്ന് പറയുന്ന ജോബാണ് അസൈൻ ആയിട്ട് കിടക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്.
2നും 3ക്കും നമുക്ക് നിലവിൽ അസൈൻമെന്റ് ഇല്ല. സോ നമ്മൾ അതിനെ എവിടൊക്കെ അസൈൻമെന്റ് കൊടുക്കാം എന്നുള്ളത് കണ്ടുപിടിച്ചു. അത് 0 വരുന്ന ഏതൊക്കെയാണോ അവിടൊക്കെയാണ് കൊടുക്കാൻ പറ്റും. സോ നമ്മള് സെക്കൻഡ് ജോബ് ബിക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. സെക്കൻഡ് ജോബ് ബിക്ക് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ തേർഡ് ജോബ് ആർക്ക് കൊടുക്കാൻ പറ്റില്ല? ബി എന്ന് പറയുന്ന മെഷീന് കൊടുക്കാൻ പറ്റില്ല, സിക്ക് കൊടുക്കുക. മനസ്സിലായോ? ഇതിനെയാണ് ഡയഗണൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി നേരെ മറിച്ച് വേറൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു സൊല്യൂഷൻ, ഇനി വേറെ സൊല്യൂഷനും ഉണ്ട്. സെക്കൻഡ് ജോബ് ആർക്ക് കൊടുക്കാം? സി എന്ന് പറയുന്ന മെഷീന് കൊടുക്കാം. കൊടുക്കരുതോ? കൊടുക്കാം. തേർഡ് എന്ന് പറയുന്ന ജോബ് ഡിക്കും കൊടുക്കാം. പോസിബിൾ അല്ലേ? സോ ഇത് മറ്റൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ. സോ ഇത്തരത്തിലാണ് ഡയഗണൽ സെലക്ഷൻ നടത്തുക. അപ്പൊ നമുക്ക് ആദ്യം ഈ രീതിയിൽ ഒന്ന് കൊടുത്തു നോക്കാം. ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന ഈ രീതിയിൽ ഒന്ന് അസൈൻ ചെയ്ത് നോക്കാം. എത്ര വരുന്നതെന്ന് നോക്കാം. 1 to A എന്ന് പറയുമ്പോ എത്ര? 1 to A യുടെ കോസ്റ്റ് എത്രയാണെന്ന് നോക്കിയേ. ക്വസ്റ്റ്യനിലെ ഡയഗ്രാം നോക്കണേ. 1 to A 42 ആണോ? 1 to A 42 അല്ലേ? ക്വസ്റ്റ്യനിലെ ഡയഗ്രാം നോക്കണേ. ക്വസ്റ്റ്യനിലെ മെട്രിക്സ് നോക്കണേ. ദെൻ 2 to C കൊടുക്കുകയാണെങ്കിൽ എത്ര വരും? ഇതാണ് നമ്മൾ നോക്കുന്നത്. 2 to C കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20 ആണോ? 20. ദെൻ 3 to B കൊടുക്കുകയാണെങ്കിലോ? 3 എന്ന് പറയുന്ന ജോബിന് ബി എന്ന് പറയുന്ന മെഷീൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ 25 വരും അല്ലെ? അതുപോലെ ഫോർത്തിന് ഡി കൊടുക്കുകയാണെങ്കിൽ 12 വരും. ഒന്ന് ആഡ് ചെയ്തേ. എത്ര വരും? 99. ശരിയല്ലേ? ശരിയാണ്. എന്നാ മറ്റൊരു സൊല്യൂഷൻ എങ്ങനെയായിരുന്നു? രണ്ടാമത്തെ ജോബിന് നമ്മൾ ഏതാ കൊടുക്കുന്നത്? ബി ആണ് കൊടുക്കുന്നത്. മൂന്നാമത്തേനോ ഏത് കൊടുക്കുന്നു? സി കൊടുക്കുന്നു. നാലാമത്തേന് ഡി. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് എത്ര വരും നോക്കി. സോറി, കോസ്റ്റ് അല്ല, ഇവിടെ പ്രോഫിറ്റ് അല്ലേ? പ്രോഫിറ്റ് ആണ്. ഓക്കെ, എത്ര വരും എന്ന് നോക്കി. 1 to A എനിക്ക് തോന്നുന്നു 42. 2 to B ആണെന്നുണ്ടെങ്കിൽ 25. 3 to C ആണെന്നുണ്ടെങ്കിൽ 20. 12. ഇങ്ങനെയാണോ വരുന്നത്? ഇവിടെ സെയിം തന്നെ. ഡയഗണൽ സെലക്ഷൻ നടത്തുമ്പോൾ എങ്ങനെ കൊടുത്താലും ടോട്ടൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് സെയിം ആയിരിക്കും വരിക കേട്ടോ. ഇവിടെ പ്രോഫിറ്റ് വന്നു കേട്ടോ. സിമ്പിൾ അല്ലേ? രണ്ടും ചെയ്ത് സിമ്പിൾ. ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റിൽ ഇങ്ങനെ ഡയഗണൽ സെലക്ഷൻ കൊടുക്കുന്ന കാര്യമൊന്നും അവർ പറയത്തില്ല. മനസ്സിലായോ? സോ ഇങ്ങനെയാണ് ടെക്സ്റ്റിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇലുസ്ട്രേഷൻ 4 ഉണ്ടല്ലോ, അതുകൂടെ ചെയ്യാം. ഇന്ന് കുറച്ച് സമയം കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല അല്ലെ? നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സിലൊക്കെ ചിലപ്പം 1.5 മണിക്കൂറൊക്കെ ഇല്ലാതെ വന്നിട്ടുണ്ട്. സോ അത് ഇവിടെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്തേക്കാം. എന്താ, റെഡി അല്ലേ? നിങ്ങൾക്കും പ്രയോജനപ്പെടും. ഇലുസ്ട്രേഷൻ 4 നിർത്തി. Illustration 4. ഇവിടെ മാക്സിമൈസേഷൻ പ്രോബ്ലം ആണോ മിനിമൈസേഷൻ പ്രോബ്ലം ആണോ? 6 salesmen are to be allocated to 6 sales regions so that the cost of allocation of the job will be minimum. Each salesman is capable of doing the job at a different cost in each region. The cost matrix is given below. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കോസ്റ്റ് മെട്രിക്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അതെന്ത് പ്രോബ്ലം ആണ്? മിനിമൈസേഷൻ പ്രോബ്ലം ആണ്. കണ്ടോ? മിനിമം എന്നുള്ളൊരു വാക്ക് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കത്തി. അല്ലെങ്കിൽ കോസ്റ്റ് എന്നോ എല്ലാം പറയുകയാണെങ്കിൽ അപ്പൊ തന്നെ മനസ്സിലാവും ഇതെന്ത് പ്രോബ്ലം ആണ്? മിനിമൈസേഷൻ പ്രോബ്ലം ആണെന്നുള്ളത്. ഓക്കെ. സോ ഇവിടെ ഡയറക്റ്റ് നിങ്ങൾക്ക് റോ ഓപ്പറേഷനിലേക്കും കോളം ഓപ്പറേഷനിലേക്കും കടക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ,
ഇപ്പോ ഇവിടെ എന്ത് ചെയ്യണമെന്നറിയോ? ഇവിടെ ഈ ഒരു ബോക്സ് ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക, ഈ ഒരു കോളം ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക, ഈ ഒരു ആറാമത്തെ കോളം ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക. സോ ഇത് ബാലൻസ്ഡ് അല്ല, പ്രോബ്ലം ബാലൻസ്ഡ് അല്ല. സോ നമ്മൾ അതിനെ ബാലൻസ്ഡ് ആക്കണം. അതിനെന്ത് ചെയ്യും? ഒരു ഡമ്മി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാണ്, അതിന്റെ ഒരു പ്രോബ്ലം ഇതിനകത്തുണ്ട്, പക്ഷെ അത് ഇച്ചിരി വലുതാണ്, അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ഇവിടെ 1 2 3 4 5, ഇവിടെ 1 2 3 4 5 6 എന്തല്ല, ബാലൻസ്ഡ് അല്ല. സോ നമുക്ക് ഇതിനെ ബാലൻസ്ഡ് ആക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഒരു കോളം കൂടെ നമ്മൾ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിനെ ഡമ്മി കോളം എന്ന് പറയും. അതിന്റെ വാല്യൂസ് എല്ലാം എന്തായിരിക്കും? സീറോസ് ആയിരിക്കും. അതിനുശേഷമേ നിങ്ങൾ റോ ഓപ്പറേഷനും കോളം ഓപ്പറേഷനും ചെയ്യാൻ പോകാവൂ. ബാലൻസ് ആക്കിയതിനു ശേഷമേ റോ ഓപ്പറേഷനും കോളം ഓപ്പറേഷനും ചെയ്യാൻ പോകാവൂ. ബാലൻസ് ആക്കിയതിനു ശേഷമേ ലോസ് മെട്രിക്സ്, അതായത് എന്താണ്, മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ബാലൻസ് ചെയ്തതിന് ശേഷമേ ലോസ് മെട്രിക്സ് തയ്യാറാക്കാവൂ. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ഇൻ കേസ് ബാലൻസ്ഡ് അല്ലായിരുന്നു എങ്കിൽ ഇത് ബാലൻസ്ഡ് ആക്കിയിട്ട് വേണമായിരുന്നു നമ്മൾ എന്ത് ചെയ്യാൻ? ലോസ് മെട്രിക്സ് തയ്യാറാക്കാൻ. ലോസ് മെട്രിക്സ് ഉണ്ടാക്കാൻ അറിയാമല്ലോ. സോ അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ഒരു കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത് ഓർക്കണം. പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഏത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? പ്രോബ്ലം ബാലൻസ്ഡ് ആണോ എന്ന് നോക്കണം. അതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. അത് നമ്മൾ പറയണമായിരുന്നു. പ്രോബ്ലം ബാലൻസ്ഡ് ആണോ എന്ന് നോക്കുക. അതിനുശേഷം ബാലൻസ്ഡ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആക്കുക. ഇതാണ് ആദ്യത്തെ 2 കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം എന്തോ? പ്രോബ്ലം മാക്സിമൈസേഷൻ ആണെങ്കിൽ അതിനെ മിനിമൈസേഷനിലേക്ക് കൊണ്ടുവരണം, എന്നിട്ടേ ചെയ്യാൻ തുടങ്ങാവൂ. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അസൈൻമെന്റ് പ്രോബ്ലം ചെയ്യുന്ന സാഹചര്യം. അപ്പൊ ഇവിടെ ഇത് ബാലൻസ്ഡ് പ്രോബ്ലം ആണ് അല്ലെ? ബാലൻസ്ഡ് പ്രോബ്ലം ആണ്. ഓക്കെ, ഫൈൻ. സോ പിന്നെന്താണ്? മിനിമൈസേഷൻ പ്രോബ്ലം ആണ്. അപ്പൊ ലോസ് മെട്രിക്സ് ഉണ്ടാക്കണ്ട. നമുക്ക് ഡയറക്റ്റ് ഏതിലേക്ക് വരാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നുണ്ടോ? ഫൈൻഡ് ദ അലോക്കേഷൻ. ഫൈൻഡ് ദ അലോക്കേഷൻ to give minimum cost. What is the minimum cost? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മറ്റു ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ ഇപ്പൊ നോക്കണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? മെട്രിക്സ് ആഫ്റ്റർ റോ ഓപ്പറേഷൻ, അതായത് റോ ഓപ്പറേഷൻ ചെയ്യുകയാണ്. നമുക്കൊന്ന് ചെയ്യാം, റോ ഓപ്പറേഷൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. റോ ഓപ്പറേഷൻ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്? റീജിയൻ അല്ലെ? ലിസ്റ്റേഷൻ എത്രയായിരുന്നു? 4. റീജിയൻ. ഇപ്പുറത്തെ സൈഡിൽ എന്താണ്? സെയിൽസ്മാൻ എത്ര പേരുണ്ട്? എ ബി സി ഡി ഇ എഫ്. റീജിയൻ എത്രയുണ്ട്? 1 2 3 4 5 6. ബാലൻസ്ഡ് ആണ്. നോ പ്രോബ്ലം. റോ ഓപ്പറേഷൻ ചെയ്യാം. റോ ഓപ്പറേഷനിലേക്ക് വരുമ്പോ ഫസ്റ്റ് റോ എന്ന് എടുത്തേ. ഫസ്റ്റ് റോ ക്വസ്റ്റിലെ ഫസ്റ്റ് റോ എടുക്ക്. ഫസ്റ്റ് റോയിലെ ഏറ്റവും ലീസ്റ്റ് ഏതാണ്? 0 ആണല്ലേ? ഫസ്റ്റ് റോയിലെ ഏറ്റവും ലീസ്റ്റ് 0 അല്ലേ? സോ അതേപടി തന്നെ നമുക്ക് കോപ്പി ചെയ്യാവുന്നതാണ് അല്ലെ? 15. കാരണം 0യിൽ നിന്ന് ഈ നമ്പേഴ്സ് കുറച്ചാൽ എന്ത് തന്നെ വരുന്നത്? ആ നമ്പർ തന്നെയല്ലേ വരുന്നത്. അതുകൊണ്ട് നമുക്ക് അതേപടി തന്നെ എഴുതരുതോ? എഴുതിക്കോ. 0 25, അതുപോലെ 10 45. അതുപോലെ അടുത്തതിൽ ഏതാ? 0 ഉണ്ടോ? അടുത്തതിൽ 5 ആണെന്ന് തോന്നുന്നു അല്ലെ? 5 ആണ്. അപ്പൊ 35 വരും. ഇവിടെ 0, then 40, 15, 0, 15. ശരിയാണല്ലോ? then 15. അടുത്ത സിയിൽ ഏതാ? ചെറുത് ഏതാ? 10 ആണോ? 10 ആണ്. ഓക്കെ, 10 ആണ്. ആണല്ലോ. 15, 50, 0,
55 15 0 15 10 25 0 15 50 ഈ എന്ന് പറയുമ്പോൾ 25 65 അതുപോലെ 35 0 35 45 ശരിയല്ലേ? ശരിയാണോ ഞാൻ എഴുതുന്നത്? എവിടെയെങ്കിലും തെറ്റുണ്ടേ പറയണേ. 0 15 20 30 40 അതുപോലെ 5. റോ ഓപ്പറേഷൻ കഴിഞ്ഞു. റോ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ അടുത്ത ചെയ്യേണ്ടത് എന്താണ്? റോ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അതേ പോയി റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും ചെയ്തേക്കല്ല, തെറ്റിപ്പോവും. റോ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കോളം സ്കാനിങ് ചെയ്യുക. കോളം സ്കാനിങ് ചെയ്തോ? കോളം സ്കാനിങ് ചെയ്തേ. കോളം സ്കാനിങ് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. റോ സ്കാൻ ചെയ്ത മെട്രിക്സിൽ നിന്ന് വേണം കോളം സ്കാൻ ചെയ്യാൻ. തെറ്റിപ്പോരുതേ. കോളം സ്കാനിങ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ദാ കോളം വൈസ് നോക്കുക. കോളം വൈസ് നോക്കി ചെറുത് ഏതാണോ അതിൽ നിന്ന് ബാക്കി എല്ലാ കോളത്തിലെ സെൽസിലെയും വാല്യൂ കുറയ്ക്കുക. എന്ന് പറഞ്ഞേ എത്ര വരും? 15 35 15 15 25 0 35 0 10 65 15 അല്ലേ? ശരിയല്ലേ? ആണല്ലോ. ഓക്കെ. 0 40 0 25 35 20 25 15 55 0 0 30. ഫിഫ്ത്തിലേക്ക് വരുമ്പോൾ 0 0. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടെക്സ്റ്റില് ഇവിടെ 10 എങ്ങാണ്ടാ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് തിരുത്തണം. അവിടെ 0 ഉള്ളൂ. ഇവിടെ 10 ആയിരുന്നല്ലേ? നിങ്ങൾ എന്താ ഇത് പറയാഞ്ഞേ? 10 അല്ലേ? ഓക്കെ. 0 0 5 5 25 30. ലാസ്റ്റിലേക്ക് വരുമ്പോൾ 45 15 0 50 45 5. കോളം ഓപ്പറേഷനും കഴിഞ്ഞു. കോളം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും ചെയ്യാവുന്നതാണ്. എന്നാ സ്കാൻ ചെയ്തേ. ധൃതി വെച്ച് ഒന്നും റോ സ്കാനിങ് ഒന്നും ചെയ്യാൻ പോകരുത്. ധൃതി ഒന്നും വെക്കരുത് കേട്ടോ. ധൃതി ഒന്നും വെക്കരുത്. പതിയെ ചെയ്യാവൂ. ഒരു തവണ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി തുടയ്ക്കുക, വീണ്ടും ആദ്യം മുതൽ ചെയ്യുക. ഈ തുടച്ചടത്ത് തന്നെ വീണ്ടും തുടച്ചെഴുതാനും നിൽക്കരുത്, തെറ്റിപ്പോകും. വേറൊരു ബോക്സ് വരച്ച് വൃത്തിയായിട്ട് തന്നെ ചെയ്യുക. എന്നാ നമുക്ക് ഒരുമിച്ച് റോ സ്കാനിങ് ചെയ്യാം. ഫസ്റ്റ് റോയിൽ 2 0 ഉണ്ട്, പറ്റത്തില്ല. സെക്കൻഡ് റോയിൽ 2 0 ഉണ്ട്, പറ്റത്തില്ല. തേർഡ് റോയില് 2 0 ഉണ്ട്, പറ്റത്തില്ല. ഡിയില് 1 0. ഡിയിൽ 1 0 ഉണ്ട് അല്ലെ? ഡിയില് ഇവിടെ ചെയ്യരുതോ? അസൈൻമെന്റ് ചെയ്യല്ലോ. സോ എങ്ങനെ വെട്ടണം? കോളം വൈസ് വെട്ടണം. ഓക്കെ അല്ലേ? ഓക്കെ.
അടുത്ത ഇ നോക്കി, ഇയിൽ 0 ഉണ്ടോ? ഇല്ല. എഫിലോ? എഫിലൊരു 0 ഉണ്ട്, ദാണ്ട് എഫിലൊരു 0 ഉണ്ട്, എഫിലൊരു 0 ഉണ്ട്, ഉണ്ടല്ലോ ഉണ്ടല്ലോ, എഫിലൊരു 0 ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെ വെട്ടണം? റോയിലാണല്ലോ, സോ എങ്ങനെ വെട്ടണം? കോളം വൈസ് വെട്ടി. റോ സ്കാനിങ് കഴിഞ്ഞു ആദ്യത്തെ. ദെൻ കോളം സ്കാനിങ്ങിലേക്ക് വാ. ഫസ്റ്റ് കോളം വെട്ടിപ്പോയി. സെക്കൻഡ് കോളത്തിലേക്ക് വരുമ്പോൾ ഒരു 0, ദാണ്ട് ഒരു 0 കിടക്കുന്നു. എങ്ങനെ വെട്ടണം? റോ വൈസ് വെട്ടണം. തേർഡ് കോളത്തിൽ വാ. തേർഡ് കോളത്തിൽ 2 0 കിടക്കുന്നു, പറ്റത്തില്ല. ഫോർത്ത് കോളം വെട്ടിപ്പോയതാ. ഫിഫ്ത് കോളത്തിൽ എത്ര 0 ഉണ്ട്? ഫിഫ്ത് കോളത്തിൽ ഒരു 0 കിടക്കുന്നു, മറ്റേത് വെട്ടിപ്പോയതാ. എങ്ങനെ വെട്ടണം? ഇങ്ങനെ വെട്ടണം. ഫിഫ്തില് വെട്ടി. ദെൻ സിക്സ്തില് 0 ഉണ്ടോ? സിക്സ്തില് 0 ഉണ്ട്, ദാണ്ട് കിടക്കുന്നു. കോളത്തിലാണ് കണ്ടത്, സോ എങ്ങനെ വെട്ടണം? റോ വൈസ്. സെക്കൻഡ് റോ സ്കാനിങ്, സെക്കൻഡ് സെക്ഷൻ. ഫസ്റ്റ് റോ വെട്ടിപ്പോയാണ്, സെക്കൻഡ് റോ വെട്ടിപ്പോയതാണ്, തേർഡ് റോ വെട്ടിപ്പോയതാണ്. ഫോർത്ത് റോയിൽ 0 ഇല്ല, ഫിഫ്ത് റോയിൽ 0 ഇല്ല, സിക്സ്ത് റോയിൽ 0 ഇല്ല. ഫസ്റ്റ് കോളം വെട്ടിപ്പോയാണ്, 0 ഇല്ല. സെക്കൻഡ് കോളത്തിൽ 0 ഇല്ല. തേർഡ് കോളത്തിൽ 0 ഇല്ല. ഫോർത്ത് കോളത്തിൽ വെട്ടിപ്പോയതാണ്. ഫിഫ്ത് 0 ഇല്ല. സിക്സ്തിലും 0 ഇല്ല. സോ നോക്കിക്കേ, നമുക്കിവിടെ എത്ര കോളം എത്ര റോയും ഉണ്ട്? 1 2 3 4 5 6 ഉണ്ട്. 1 2 3 4 5 6 6 ഈക്വൽ ടു ആണോ നോക്ക്. ലൈൻസ് നമ്മൾ ഇട്ടിരിക്കുന്ന ലൈൻസ് 1 2 3 4 5 അല്ലേ? സോ 5 നോട്ട് ഈക്വൽ ടു 6. ഒപ്റ്റിമൽ ആണോ സൊല്യൂഷൻ? സോ ദ സൊല്യൂഷൻ ഈസ് നോട്ട് ഒപ്റ്റിമൽ. ഏതാണ്ട് അടുത്തൊക്കെ വന്നു അല്ലെ? അപ്പൊ നമുക്ക് തോന്നും ഇംപ്രൂവ്ഡ് മെട്രിക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന്. ചിലപ്പോ 6 ഈക്വൽ ടു 6 ആയേക്കാം. നമുക്ക് നോക്കാം. എന്താ, റെഡി അല്ലേ? ഇംപ്രൂവ്ഡ് മെട്രിക്സ് ഉണ്ടാക്കുക. വാ അയ്യടാ, അപ്പൊ നമുക്ക് നോക്കാമല്ലോ. അങ്ങനെ അവനെ അങ്ങ് വിടാൻ പറ്റത്തില്ലല്ലോ. ഇംപ്രൂവ്ഡ് മെട്രിക്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാം, അതൊന്നും ഇനി ഞാൻ പറയത്തില്ല കേട്ടോ. ഉണ്ടാക്കി നോക്കട്ടെ കിട്ടുമോന്ന്. ഞാൻ അപ്പോഴത്തേക്ക് ഒന്ന് വരയ്ക്കട്ടെ. ഒരു വെട്ടും വീഴാത്ത സെല്ലിലെ ലീസ്റ്റ് ഏതാണോ അതെടുക്കുക. അവനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ ആഡ് ചെയ്യുക. വെട്ടൊന്നും വീഴാതെ കിടക്കുന്ന സെല്ലുകളിൽ നിന്ന് മൈനസ് ചെയ്യുക. ഒറ്റ വെട്ടും മാത്രം കിടക്കുന്ന ഫിഗേഴ്സ് അതേപടി തന്നെ കോപ്പി ചെയ്യുക. അതിലൊന്നും ആഡ് ചെയ്യാനോ കുറയ്ക്കാനോ ഒന്നും പോകണ്ട. ഇംപ്രൂവ്ഡ് മെട്രിക്സ് 1 എന്ന് പറഞ്ഞ് തയ്യാറാക്കുക കേട്ടോ. ഇംപ്രൂവ്ഡ് മെട്രിക്സ് 1 നമ്മൾ തയ്യാറാക്കിയ കോളം ഓപ്പറേഷൻ മെട്രിക്സിൽ നമ്മൾ ഇത് ചെയ്തു. റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും ചെയ്തു. അതിനെ ബേസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇംപ്രൂവ്ഡ് മെട്രിക്സ് തയ്യാറാക്കേണ്ടത്. അല്ലാതെ റോ ഓപ്പറേഷനിലെ മെട്രിക്സ് വെച്ചോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ കിടക്കുന്ന മെട്രിക്സ് വെച്ചോ ഒന്നും ചെയ്യരുതേ. തെറ്റുവേ. ഒന്ന് ചെയ്തേ നോക്കട്ടെ. വേഗം വേണേ. നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല സ്പീഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ തുടക്കം ആയതുകൊണ്ട് കുറച്ച് സ്ലോ ഒക്കെ ആയിരിക്കും. നിങ്ങൾ പ്രാക്ടീസ് ആവും തോറും, കുറെ അധികം പ്രോബ്ലം ചെയ്യും തോറും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ.
ഇങ്ങനെയൊക്കെയാണോ കിട്ടുന്നത്? ഇങ്ങനെയൊക്കെയാണോ കുട്ടികളെ? മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞേക്കാം. വെട്ടൊന്നും വീഴാത്ത കോളത്തിലെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഏതാണ്? 5 ആണല്ലേ. സോ ഈ 5നെ വെട്ടൊന്നും വീഴാത്ത സെല്ലുകളിൽ നിന്നെല്ലാം മൈനസ് ചെയ്യണം. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളിലെല്ലാം എന്ത് ചെയ്യണം? പറ. 5 ആഡ് ചെയ്യണം. ഒറ്റ ലൈൻ വീണ് കിടക്കുന്ന ചില ഏരിയാസ് ഉണ്ടല്ലോ, ഇതൊക്കെ ഒറ്റ ലൈൻ വീണ് കിടക്കുന്ന, അതൊക്കെ അതേപടി എഴുതുക. ഒന്ന് ചെയ്തേ നോക്കട്ടെ, കിട്ടുമോ നോക്കട്ടെ. കിട്ടും, കിട്ടാതെ പോകാനാ? ഈസി സാധനമല്ലേ. ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. ഇംപ്രൂവ്ഡ് മെട്രിക്സ് 1 കിട്ടിയോ? എന്നിട്ട് ഇതിലെ റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും നടത്തിക്ക് നോക്കട്ടെ. നമുക്ക് നോക്കാം. 6 നോട്ട് ഈക്വൽ ടു അല്ലെങ്കിൽ 6 ഈക്വൽ ടു 6 കിട്ടുമോ എന്ന് നോക്കാം. എന്താ, റെഡിയാണോ? റോ സ്കാനിങ് 2 0, റോയില് 2 0 പറ്റത്തില്ല. ബിയില് 2 0 പറ്റത്തില്ല. സിയില് 2 0 പറ്റില്ല. ഡിയില് 2 0 പറ്റത്തില്ല. ഇയില് 1 0. റോ വൈസ് നോക്കുമ്പോ നമ്മൾ എങ്ങനെ വെട്ടണം? കോളം വൈസ് വെട്ടണം. എഫില് 2 0 കിടക്കുന്നത് പറ്റില്ല. ഓക്കെ, കോളം സ്കാനിങ്ങിലേക്ക് വരിക. ഫസ്റ്റ് കോളം 1 0 ദാണ്ട് കിടക്കുന്നു. എങ്ങനെ വെട്ടാം? ഇങ്ങനെ വെട്ടാം. സെക്കൻഡ് കോളം 0 ഉണ്ടോ? സെക്കൻഡ് കോളം ദാണ്ട് കിടക്കുന്നു. ആഹാ, അടിപൊളി. ഇങ്ങനെ വെട്ടണം. തേർഡ് കോളം 0 ഉണ്ടോ? തേർഡ് കോളം 2 0 ഉണ്ട് അല്ലെ, പറ്റത്തില്ല. ഫോർത്ത് വെട്ടിപ്പോയതാണ്. ഫിഫ്തില് 2 0 ഉണ്ട്, പറ്റത്തില്ല. സിക്സ്തില് 1 0 ദാണ്ട് കിടക്കുന്നു. 1 0. എങ്ങനെ വെട്ടാം? കോളം വൈസ് അല്ലേ നോക്കിയേ. അപ്പൊ എങ്ങനെ വെട്ടണം? റോ വൈസ് വെട്ടണം. അപ്പൊ ഫസ്റ്റ് റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും കഴിഞ്ഞു. സെക്കൻഡ് റോ സ്കാനിങ് 2 0 പറ്റത്തില്ല. ബിയും സിയും വെട്ടിപ്പോയി. ഡിയിലേക്ക് വന്നേ. ഡിയിലേക്ക് ദാ കിടക്കുന്നു. റോ ആണ് നോക്കിയത്. അപ്പൊ എങ്ങനെ വെട്ടണം? ഇങ്ങനെ വെട്ടണം. ഇയിലേക്ക് വന്നേ. ഇയിൽ 0 ഉണ്ടോ? ഇല്ല, എഫ് വെട്ടിപ്പോയതാണ്. കോളം സ്കാനിങ്ങിലേക്ക് വാ. ഫസ്റ്റ് കോളം 0 ഇല്ല. സെക്കൻഡ് കോളം എല്ലാം പോയി, 0 ഇല്ല. തേർഡ് കോളം 0 ഉണ്ട്. തേർഡ് കോളം വൈസ് നോക്കുമ്പോ 0 ഉണ്ട്. എങ്ങനെ വെട്ടണം? ഇങ്ങനെ വെട്ടണം. ഫോർത്ത് കോളം പോയതാണ്. ഫിഫ്ത് കോളം പോയതാണ്. സിക്സ്തില് 0 ഇല്ല ഇനി. സോ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. മൊത്തം നമ്മൾ എത്ര വെട്ടിയിട്ടുണ്ട്? നമ്മൾ എത്ര വെട്ടിയിട്ടുണ്ട്? 1 2 3 4 5 6. ആ, അടിപൊളി. 6 ഈക്വൽ ടു 6 വന്നു. അടിപൊളിയോ. സൊല്യൂഷൻ ഈസ് എങ്ങനെ എഴുതാം? ഒപ്റ്റിമൽ. സീനുണ്ടോ? സോ ദ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമൽ. 6 ഈക്വൽ ടു 6 ആണ്. എന്താ സീൻ? ഒരു പ്രശ്നമില്ല, എളുപ്പമായി. സോ നമുക്ക് ഇതിന്റെ വാല്യൂസ് ഒന്ന് ഇട്ട് കൊടുത്താലോ? ഇട്ട് കൊടുക്കാം. എ എന്ന് പറയുന്ന സെയിൽസ്മാനെ നമ്മൾ 3 എന്ന് പറയുന്ന റീജിയനിലേക്കാണ് അസൈൻ ചെയ്യുന്നത്. സോ A to 3 അല്ലേ. സോ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ഒന്ന് നോക്കിയാൽ എത്ര വരും? ക്വസ്റ്റ്യനിലേക്ക് വാ കേട്ടോ. ക്വസ്റ്റ്യനിലേക്ക് വന്നേ. A to 3 0 ആണ് കോസ്റ്റ്. ബി എന്ന് പറയുന്ന സെയിൽസ്മാനെ നമ്മൾ എങ്ങോട്ടാ അസൈൻ ചെയ്തേ? താണ്ടെ 2ലേക്ക് അസൈൻ ചെയ്തേ അല്ലേ. താണ്ടെ കിടക്കുന്നു. സോ 2 കൊടുക്ക്. എത്ര വരും? ബി ടു 2 5. ശരിയല്ലേ ഞാൻ പറയുന്നത്? ശരിയാണോ ഞാൻ പറയുന്നത്? നിങ്ങൾ പറ. ശരിയല്ലേ ഞാൻ പറയുന്നത്? സി എന്ന് പറയുന്ന സെയിൽസ്മാന് നമ്മൾ ഏത് ജോബ് അസൈൻ ചെയ്തത്? അതാണ്ട് 6th ജോബാണ് അസൈൻ ചെയ്തത്. കറസ്പോണ്ടിങ് വാല്യൂ എത്രയാ? 10. ഡി എന്ന് പറയുന്ന സെയിൽസ്മാന് നമ്മൾ 5th ജോബ് എത്ര വാല്യൂ? കോസ്റ്റ് 25. CD. ഇയിലേക്ക് വാ. ഇ എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ ഏത് ജോബാ കൊടുത്തേ?
ഏത് റീജിയനിലേക്ക് അസൈൻ ചെയ്തേ? 4 ആണോ? 4 ആണ്. വാല്യൂ 5. ദെൻ എഫ് എന്ന് പറയുന്ന സെയിൽസ്മാൻ ഏത് റീജിയനിലേക്കാ? ഒന്നാമത്തെ റീജിയനിലേക്ക്. അതിന്റെ വാല്യൂ 10. എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്തേ. എത്ര വരും? 55 വരും. 55 വരും. മിനിമം കോസ്റ്റ്. ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ആ ഒരു ബോക്സിൽ നമുക്ക് ഏണിങ്സ് ആണ് തന്നിരിക്കുന്നത് വിചാരിക്കാം. നിങ്ങളുടെ ക്വസ്റ്റ്യനിലെ ബോക്സില് മെട്രിക്സില് കോസ്റ്റിന് പകരം ഏണിങ്സ് ആണ് തന്നിരിക്കുന്നത്. സോ അതെന്ത് പ്രോബ്ലം ആയിരിക്കും? മാക്സിമൈസേഷൻ പ്രോബ്ലം ആയിരിക്കും. സോ നമ്മൾ അതിനെ മിനിമൈസേഷനിലേക്ക് കൊണ്ടുവരണം. ഓൾറെഡി ബാലൻസ്ഡ് ആണ്. ബാലൻസ്ഡ് ഒന്നും ആക്കാൻ പോകേണ്ട കാര്യമില്ല. ഡമ്മി ഒന്നും ഇടേണ്ട കാര്യമില്ല. ബാലൻസ്ഡ് ആണ്. പക്ഷെ മാക്സിമൈസേഷൻ ആയി കിടക്കുകയാണ്. ഏണിങ്സ് ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ആദ്യം റിലേറ്റീവ് ലോസ് മെട്രിക്സ് തയ്യാറാക്കണം. റിലേറ്റീവ് ലോസ് മെട്രിക്സ് തയ്യാറാക്കാൻ അറിയാലോ. ആ മെട്രിക്സിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂവിൽ നിന്ന് ബാക്കി എല്ലാ സെൽസിലെയും വാല്യൂ മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന മെട്രിക്സിനെയാണ് റിലേറ്റീവ് ലോസ് മെട്രിക്സ് എന്ന് പറയുന്നത്. റിലേറ്റീവ് ലോസ് മെട്രിക്സിനെ ബേസ് ചെയ്താണ് നമ്മൾ റോ ഓപ്പറേഷൻ ഉണ്ടാക്കേണ്ടത്. റോ ഓപ്പറേഷനെ ബേസ് ചെയ്താണ് കോളം ഓപ്പറേഷൻ ഉണ്ടാക്കേണ്ടത്. കോളം ഓപ്പറേഷനിലാണ് നമ്മൾ റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും ആദ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന എങ്ങനെയാണോ ആ രീതിയിൽ ഇംപ്രൂവ്ഡ് മെട്രിക്സ് തയ്യാറാക്കുക. ഒരു തരത്തിലും നടക്കുന്നില്ല, ഇംപ്രൂവ്ഡ് മെട്രിക്സ് 2, 3 ഒക്കെ ഉണ്ടാക്കിയിട്ടും വീണ്ടും കുറഞ്ഞു വരികയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡയഗണലി സെലക്ട് ചെയ്യുക. ഓക്കെ. സോ അതിന്റെ ആൻസർ നിങ്ങൾ എനിക്ക് അയച്ചു തരണം. ഹോംവർക്ക് ആണ്. എല്ലാവരും ചെയ്ത് എനിക്ക് അയച്ചു തരിക. ഓക്കെ. ആരും മടി വിചാരിക്കരുത്. കഴിഞ്ഞ ലേഔട്ടിന്റെ പ്രോബ്ലം ചെയ്ത് എനിക്ക് അയച്ച പോലെ തന്നെ അതേ ഉഷാറോട് കൂടി ഇത് വായിക്കുക. എക്സാമിന് ചോദിക്കാവുന്ന പ്രോബ്ലമാണ്. ചോദിച്ച് പലതവണ ചോദിച്ചു കണ്ടിട്ടുള്ള പ്രോബ്ലമാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പ്രോബ്ലമാണ്. മടി വിചാരിക്കരുത്. 7, 8 മാർക്കുകൾക്കൊക്കെയാണ് ചോദിക്കുന്നത്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ വിട്ട് കളയരുത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ബുക്കിൽ എഴുതുന്ന നീറ്റായിട്ട് എഴുതുക. എക്സാമിന്റെ കാര്യം അപ്പോ ബുക്കിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുന്ന ഓരോ പ്രോബ്ലം വൃത്തിയായിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, ശരി. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ഓക്കെ, ബൈ. നമുക്ക് അടുത്ത ദിവസം എന്താണ് നോക്കട്ടെ. അസൈൻമെന്റ് പ്രോബ്ലം വേറെ ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യിപ്പിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഏരിയയിലേക്ക് കടക്കും കേട്ടോ. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ട്, ഇതിന്റെ വേറെ പ്രോബ്ലം വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഡിസ്കസ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം. അത് ചെയ്തിട്ട് എനിക്ക് തന്നെ അയച്ചോളൂ. ഞാൻ എന്നിട്ട് വാല്യൂ ചെയ്തോളാം. ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നോളാം കേട്ടോ. ഓക്കെ. ഇതിലെ സി എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു കാര്യം അവർ പറഞ്ഞിരിക്കുന്നു. എന്താണ്? എ എന്ന് പറയുന്ന ആ ഒരു സെയിൽസ്മാനെ 5 എന്ന് പറയുന്ന ആ ഒരു റീജിയനിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ നമ്മളിങ്ങനെ ഇൻഫിനിറ്റി ഇട്ട് കാണിക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യനിലെ ഡയഗ്രാം ഇല്ലേ, ക്വസ്റ്റ്യനിലെ മെട്രിക്സ് ഇല്ലേ, അതില് A to 5 എന്ന് പറഞ്ഞ് എത്ര കൊടുത്തിരിക്കുന്നത്? നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. A to 5 എന്ന് പറഞ്ഞ് 10 ആണ് കൊടുത്തിരിക്കുന്നത്. ആ 10ന് പകരം ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് ഇട്ടാൽ മതി. അതുപോലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. E cannot be posted to region 2. E എന്ന് പറയുന്നത് 2ലേക്ക് പോസ്റ്റ് ചെയ്യാൻ പാടില്ല. E എന്ന് പറയുന്നത് 2ലേക്ക് 70 ആണ് കിടക്കുന്നത്. 70 അവിടെയും 70 എഴുതാതെ ഇതിട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു മെട്രിക്സ് തയ്യാറാക്കി വെച്ചാൽ മതി. മാർക്കിങ് വരും. ഓക്കെ, ഫൈൻ. താങ്ക് യു. അടുത്ത ദിവസം കാണാം. ബൈ.